20ാം മിനിറ്റിൽ ഭ്രമണപഥത്തിലെത്തിച്ച് GSLV F-50. The first launch of this year 2025 has been successfully accomplished with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. ശ്രീഹരിക്കോട്ടയിലെ 100ാമത് വിക്ഷേപണം. ഭ്രമണപഥത്തിലെത്തിയത് ഇന്ത്യയുടെ നാവിക് ശൃംഖലയ്ക്ക് കരുത്തു പകരുന്ന ഉപഗ്രഹം. കഠിനംകുളത്ത് ആതിരയെ കൊന്ന ജോൺസൺ ഔസേപ്പ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. അടിപിടി മോഷണ കേസുകളിലെ സ്ഥിരം പ്രതി. ആതിര ജോൺസണുമായി അടുത്തത് ക്രിമിനൽ പശ്ചാത്തലം അറിയാതെ. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആതിരയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ബ്രൂവറി വിവാദത്തിൽ CPM പെട്ടു. ഇടഞ്ഞ സഖ്യകക്ഷികൾ. CPയുടെ എതിർപ്പ് പരസ്യമാക്കി ജനയുഗത്തിൽ ലേഖനം. ബ്രൂവറി എതിർക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ JDS. മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ്. ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് VD സതീശൻ. മുസ്ലിം ലീഗ് സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കുന്നില്ലെന്ന് PMA സലാം. തുല്യത മാനുഷിക യുക്തിക്കെതിരായ വാദം. പറയുന്നത് രാഷ്ട്രീയ അഭിപ്രായമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി. ഡി-സോൺ കലോത്സവ സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർ കസ്റ്റഡിയിൽ. പോലീസ് പിടിയിലുള്ളത് ജില്ലാ പ്രസിഡന്റ് ഗോകുലും സുദേവ്, സച്ചിൻ എന്നീ പ്രവർത്തകരും. ജിമ്മുകളിലെ അനധികൃത മരുന്നുപയോഗം കണ്ടെത്താൻ സംസ്ഥാന വ്യാപക റെയ്ഡ്. 50 ജിമ്മുകളിൽ നിന്നായി 1.5 ലക്ഷം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തു. നിയമം ലംഘിച്ച ജിമ്മുകൾക്കെതിരെ കേസെടുത്തെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ 3ാമതാകുമെന്ന് BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ. കഴിഞ്ഞ 10 വർഷം കെജ്രിവാൾ ഒന്നും ചെയ്തില്ലെന്ന ആരോപണം. യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലക്കിയെന്ന പരാമർശത്തിൽ കെജ്രിവാൾ ഇന്ന് തെളിവ് നൽകണം. പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കാൻ കോൺഗ്രസ്. Removing a governor from chancellor and it is, I don't know what people or the people in the government feel or think. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനാവില്ലെന്ന് രാജേന്ദ്ര അർലേക്കർ. സർക്കാർ നീക്കം ഗവർണറുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നത്. തനിക്ക് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. കേരളത്തിലെത്തിയത് ജനങ്ങൾക്കും സർക്കാരിനും വേണ്ടി പ്രവർത്തിക്കാൻ. ഗവർണർ അർലേക്കർ കേരളത്തിലെത്തിയ ശേഷമുള്ള ആദ്യ അഭിമുഖം ന്യൂസ് 18. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട അപകടം. 25ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന സൂചന. പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് നടക്കേണ്ടിയിരുന്ന ഷാഹി സ്നാനം നിർത്തിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രഞ്ജിത്ത് രാമചന്ദ്രനും കിരൺ ബാബുവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, പ്രയാഗ്രാജിലെ ഈ മഹാകുംഭമേളയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു മൗനി അമാവാസി എന്ന് പറയുന്ന ഇന്നലത്തെ രാത്രി. ഇന്ന് ഷാഹി സ്നാനം നടക്കാനിരുന്നതാണ്. ഒരുപാട് തിരക്കുള്ളൊരു സമയമാണ്. ആ തിരക്ക് തന്നെയാണോ ഇങ്ങനൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? തീർച്ചയായും ശ്രീജ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് 10 കോടി ആളുകളെയാണ് UP സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി 7:15 മുതൽ ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഈ ഷാഹി സ്നാൻ. അതായത് ഈ മഹാകുംഭമേളയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ 3 ദിവസങ്ങളായാണ് ഈ ഷാഹി സ്നാൻ നടക്കുന്നത്. ഇനിയുള്ളത് 3-ാം തീയതിയാണ്. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഈ ഷാഹി സ്നാൻ നടക്കുന്ന ഈ സ്ഥലത്തേക്ക്, അതായത് സംഗം എന്നറിയപ്പെടുന്ന ഗംഗ, ത്രിവേണി, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്തേക്ക് ആളുകളുടെ വല്ലാത്ത ഒരു ഒഴുക്കും പ്രവാഹവും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. ഈ വന്ന ആളുകൾ അവിടെ തന്നെ തമ്പടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് തിരിച്ചു പോകണം എന്ന് UP സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. ആരും അവിടെ സ്റ്റേ ചെയ്യരുത് എന്ന ആവശ്യം UP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഇന്നത്തെ സ്നാനത്തിൽ കൂടി പങ്കെടുത്ത് മടങ്ങാനുള്ള തീരുമാനത്തിൽ
നിയന്ത്രണത്തിന്റെ പുറത്താണ് പല ആളുകളും അവിടെ തമ്പടിച്ചത് എന്നുള്ളതാണ്. അതോടുകൂടി ഈ തിരക്ക് അനിയന്ത്രിതമായി, അതായത് നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്തുള്ള തിരക്കിലെ കാര്യങ്ങൾ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. അത് നിർണായകമായി മാറുകയുമായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന ആളുകൾ കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തമ്പടിച്ച ആളുകൾ കൂടി ചേർന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രദേശത്തിന് താങ്ങാവുന്നതിനപ്പുറത്തുള്ള ജനക്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നത് ഈ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാമ്പേഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത 30 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്ത് കാര്യങ്ങൾ താൽക്കാലികമായി ഒരുക്കിയ നിരവധി സംവിധാനങ്ങളാണ്. ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാനായി ഏതാണ്ട് 20,000 ഹെക്ടർ സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച സ്നാനഘട്ടങ്ങളിലാണ് ഈ സ്നാനം നടന്നുകൊണ്ടിരുന്നത്. ഈ മഹാകുംഭമേള നടക്കുന്ന ഈ ത്രിവേണി സംഗമത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഷാഹി സ്നാൻ ദിവസം ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഉണ്ടാവുക. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 40-45 ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. അതിൽ 15ഓളം ആളുകളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. വിദേശ മാധ്യമങ്ങളൊക്കെ, BBC അടക്കമുള്ള വിദേശ മാധ്യമങ്ങളൊക്കെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 40 മരണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അതൊന്നും UP സർക്കാരിന്റെ സ്ഥിരീകരണത്തിലില്ല. ഏതായാലും ചില മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും കാര്യങ്ങൾ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 100ഓളം ആംബുലൻസുകൾ ആ സ്ഥലത്ത് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥുമായി തുടർച്ചയായി സംസാരിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളുടെ ഗൗരവം അല്പം കൂടിയിട്ടുണ്ട്. ശ്രീജ, ശരി, കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, 2 മണിക്കൂറിനിടെ പ്രധാനമന്ത്രി 2 തവണ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ചു എന്നൊക്കെ ആണ് വിവരങ്ങൾ വരുന്നത്. ഇത്രയേറെ ആളുകൾ എത്തുന്ന ഒരു സംവിധാനത്തെ വളരെ കൃത്യമായിട്ടാണ് ഇത്രയും നാൾ കൊണ്ടുപോയതെങ്കിലും തിരക്ക് അനിയന്ത്രിതമായാൽ എവിടെയും സംഭവിക്കാവുന്ന അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് UP സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ശ്രീജ, അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും UP സർക്കാരും ഈ വിഷയത്തെ കാണുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 1 മണിക്കൂറിനിടെ 2 തവണയാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ച് വിഷയത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗികമായ ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. DGPയും അതോടൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും തീർത്ഥാടകർ ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും സ്ഥിതിയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നതാണ് യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന, ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഔദ്യോഗികമായ വിശദീകരണം. ഇന്ന് വെളുപ്പാങ്കാലത്തെയാണ് ഈ ഷാഹി സ്നാനം, 2ാമത്തെ പ്രധാനപ്പെട്ട ഷാഹി സ്നാനമാണ്. മൗനി അമാവാസിയോടനുബന്ധിച്ച ഷാഹി സ്നാനം അത് നടക്കേണ്ടിയിരുന്നത്. നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ 3, 4, 5 ദിവസങ്ങളിലൊക്കെ വന്ന ആളുകളൊക്കെ, സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ, സാധാരണക്കാരായ മനുഷ്യരൊക്കെ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി, അവിടെ ഭക്ഷണമടക്കം സൗജന്യമായി ലഭിക്കും, അവിടെ തന്നെ ഉറങ്ങി, അവിടെ കുംഭമേളയൊക്കെ കണ്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് മടങ്ങി പോകുന്നത്. ഈ ഷാഹി സ്നാനം, പ്രധാനപ്പെട്ട സ്നാനങ്ങളൊക്കെ നടക്കുന്ന ദിവസത്ത് വലിയ ഘോഷയാത്രകളൊക്കെ കാണാൻ കഴിയും. ഈ വിവിധ അഖാഡകളുടെ 13 പ്രധാനപ്പെട്ട അഖാഡകളുടെ നേതൃത്വത്തിൽ, പിന്നെ മറ്റ് ആശ്രമങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ വർണ്ണാഭമായ കാഴ്ച തന്നെയാണ്. ആരെയും വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചിലർ അതിനെ പുണ്യമായും മറ്റു ചിലർ അതിൻ്റെ കൗതുക ആംഗിളിലും ഒക്കെ കാണാനുള്ള, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഉത്സവ സ്ഥലത്തെത്തുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ധാരാളമായി വന്നു ചേരുന്ന സ്ഥലമാണ്. ഇന്നലെ രാത്രിയിൽ സ്വാഭാവികമായും വെളുപ്പാങ്കാലത്തെ 2:30-3 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഈ വലിയ തിക്കിലും തിരക്കിലും പെട്ട് ഈ ആളുകളുടെ മരണം സംഭവിച്ചോ അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് പ്രാദേശിക മാധ്യമങ്ങളും ചില ഇന്റർനാഷണൽ മീഡിയയുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും കുറേ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സ്വാഭാവികമാണ്, ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് പോലീസിനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ അത് നിയന്ത്രിക്കുക എന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്ര കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായാൽ അവിടെ മരണവും അപകടവും ഒക്കെ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടതാണ്. ഇത്ര ദിവസങ്ങളിലും ആളുകളൊക്കെ വന്നിട്ട് ഓരോ 12 വർഷം കഴിയുന്തോറും കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കാലത്ത് കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു തല മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം സ്വാഭാവികമായും വിശ്വാസത്തിൻ്റെ ഭാഗമായും കൗതുകത്തിൻ്റെ ഭാഗമായും ഒക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്.
അങ്ങനെ കൂടുന്ന ആളുകൾ. പക്ഷേ ഈ പ്രയാഗ്രാജിലൊക്കെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ഒരു നദീ തടത്തിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് ഇത്രയേറെ ആളുകൾക്ക് താമസിക്കാനും ഇത്രയേറെ ആളുകൾക്ക് മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയും സ്ഥിരമായി അവിടെ താമസിക്കുന്ന സന്യാസി സമൂഹങ്ങൾ ഇവർക്കെല്ലാം വേണ്ടിയുള്ളത്. അല്ലാതെ പ്രയാഗ്രാജ് പോലെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇത്രയേറെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ അലഹബാദ് എന്ന് മുൻപ് പറഞ്ഞിരുന്ന ഈ നഗരം അങ്ങനെ ഒരു വലിയ താമസ സൗകര്യവും അങ്ങനെയുള്ള ഒരു നഗരമല്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ PM നാരായണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PM നാരായണൻ ഇപ്പോൾ ഉള്ളത് പ്രയാഗ്രാജിലാണ്. ശ്രീ PM നാരായണൻ, ഇപ്പോൾ കിരൺ പറഞ്ഞതുപോലെ താങ്കൾ ഇതിനു മുൻപ് 2 മഹാകുംഭ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് 3ാമത്തെ മഹാകുംഭമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പുള്ളതുപോലെയല്ല, ഇത്തവണ ഈ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ ഇത്ര പ്രചാരത്തിലായതോടുകൂടി ഇത് കണ്ടറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്ന സഞ്ചാരികൾ കൂടിയുള്ള അതാണ് അവിടുത്തെ ആൾക്കൂട്ടം. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുന്നില്ല. എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതി? ഷാഹിസ്നാനം നിർത്തിവെച്ചു എന്ന് അറിയുന്നുണ്ട്. എല്ലാം നോർമലായി തുടങ്ങിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാന സംഗതി, ഈ അപകടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. അതായത് ഡെത്ത് ടോൾ, എത്ര പേര് മരിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എത്ര പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കുംഭമേള നഗരിയിൽ തന്നെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അതിന് മുമ്പിൽ ഒട്ടനവധി ബന്ധുക്കൾ, ഇവരുടെ വിക്ടിംസിന്റെ ബന്ധുക്കളെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം വളരെ അപ്സെറ്റുമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്നാന ദിവസമാണ് ഇന്ന്. മൗനി അമാവാസ്യ എന്ന് പറയും. അതായത് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് തന്നെ ഏകദേശം 10 കോടിയോളം ആളുകൾ ഇന്ന് ഇവിടെ എത്തും എന്നുള്ളതാണ് സർക്കാർ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു 8:30 വന്ന ഒരു പ്രസ് റിലീസ് അനുസരിച്ച് 3 കോടി ആളുകൾ ഇന്നത്തെ ദിവസം ഇവിടെ കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്നുള്ളത്. ഇതൊരു സ്ഥലത്തല്ല വരുന്നത്, ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ട്രെച്ചാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗംഗയും യമുനയും പിന്നെ ഇൻവിസിബിൾ ആയുള്ള സരസ്വതിയും ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനാണ് സംഗം എന്ന് പറയുന്നത്. ആ സംഗമാണ് ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ കുളിക്കുക എന്നുള്ളതാണ് ആളുകളുടെ എല്ലാം വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പൊ അവിടേക്ക് കുളിക്കാൻ വേണ്ടി ഇടിച്ചു കയറിയിട്ടുള്ള ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പ്രത്യേകിച്ചും ബാരിക്കേഡ് വെച്ചിട്ട് ആളുകൾ, പോലീസ് പലതരത്തിലും ആളുകൾ ഡൈവേർട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വിടുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രത്യേക സ്പോട്ടിൽ പോയി കുളിക്കുക എന്നുള്ള ഒരു വിശ്വാസം ആണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. വീണ്ടും പറയുന്നു, ഈ അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതും എത്ര പേർ ഇൻജേർഡ് ആയി എന്നുള്ളതും നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നില. ശ്രീനാരായണൻ, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ടോ? ഇന്ന് ഈ അഖാഡകളിൽ നിന്ന് വരാനുണ്ടായിരുന്ന ആളുകളോട് ഇന്ന് വരേണ്ട, അല്ലെങ്കിൽ അവരുമായിട്ട് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ 3-ാം തീയതി ഉള്ള അടുത്ത ഷാഹി സ്നാനത്തിൽ പങ്കെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. നോർമൽ ആളുകൾക്ക്, സാധാരണ അവിടെ എത്തുന്ന ആളുകൾക്ക് സ്നാനം എടുത്തിട്ട് പോരാമെന്നും അറിയിച്ചതായി കണ്ടു. ഈ ആളുകളൊക്കെ, അവിടെ എത്തിയ ആളുകളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഉണ്ട്. സാധാരണ സ്നാനത്തിന് വലിയ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാ റോഡുകളെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം പക്ഷെ യോഗി ആദിത്യനാഥിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അല്പം മുമ്പ്. അദ്ദേഹം പറഞ്ഞത്, ഈ സംഘം ഏരിയയിലേക്ക് പോവാതെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കടവിൽ പോയി കുളിക്കുകയും തിരിച്ചു പോവുകയും വേണമെന്നുള്ളതാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ശരിയാണ്, ഈ അഖാഡകളെ സംബന്ധിച്ചിടത്തോളം, അതായത് സന്യാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുളിയുടെ ദിവസമായിരുന്നു ഇന്ന്. പക്ഷെ അത് തൽക്കാലം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു സംഗതിയാണ്. കാരണം ഈ മൊത്തം കുംഭമേളയുടെ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസമാണെന്ന് 29 ജനുവരി എന്നുള്ളത് മൗനി അമാവാസ്യ എന്ന് പറയും. അതാണ് ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസം. പക്ഷെ ആ ദിവസം ഇപ്പം ഇവർക്ക് ഈ സന്യാസി സമൂഹങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു തരത്തിലുള്ള ഈ സന്യാസി സമൂഹങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇവിടെ. വീണ്ടും ആ ഒരു കൺട്രോളിലേക്ക്, അതായത് അവിടെ AI ക്യാമറയൊക്കെ വെച്ച് വളരെ തിരക്ക് കൂടിയാൽ അപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള തരത്തിലുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞു. ഉണ്ട്, ഇവിടെ ഒരു മാസ്റ്റർ കൺട്രോൾ റൂം ഉണ്ട്. അതായത് നമുക്ക് ഈ അലഹാബാദിലേക്ക്, പ്രയാഗ്രാജിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. 10-20 കിലോമീറ്റർ ദൂരം അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ക്രൗഡ് കൺട്രോൾ നടത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 10-12 കോടി ആളുകൾ, ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ കൂടി അതിന്റെ പകുതി പേര് വന്നാൽ പോലും
അത് നിയന്ത്രണാതീതമാവുന്ന ഒരു നഗരമാണിത്. അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല പ്രയാഗ് എന്ന് പറയുന്നത്. ഇത് അപ്പം ഇത്രയും കൂടുതൽ ആളുകളെ താങ്ങാൻ ഈ നഗരത്തിന് പറ്റുന്നില്ല. ഇത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2001 2013 കുംഭമേള കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഈ കുംഭമേളയെ ഒരു വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ എന്നതിനപ്പുറം ഒരു തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് എലമെന്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഉയർത്താനുള്ള തരത്തിലുള്ള കാൽക്കുലേഷൻസും ഇതിന്റെ പിന്നിലുണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അലഹാബാദിൽ മാത്രമല്ല, അലഹാബാദ്, അയോധ്യ, വാരണാസി ഇത്തരത്തിലുള്ള നഗരങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആൾ പ്രവാഹം. ഇപ്പം യുപിയിലെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 24 കോടിയോ മറ്റാണ്. അപ്പൊ അതിന്റെ പകുതിയോളം ആളുകൾ ഇന്ന് ഇവിടെ എത്തുക എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. കേരളത്തിന്റെ പോപ്പുലേഷൻ 3 കോടിയാണ്. അപ്പൊ അതിന്റെ 3 ഇരട്ടി ആളുകൾ ചെറിയൊരു ഭാഗത്ത് കേന്ദ്രീകരിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മരണങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പ്രയാഗ്രാജിലെ താൽക്കാലിക ആശുപത്രിക്ക് സമീപത്ത് ബന്ധുക്കൾ വലിയ രീതിയിൽ തടിച്ചു കൂടിയതായി കാണുന്നുണ്ട്. എത്ര പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, എത്ര മരണം സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് എത്ര എന്നതൊക്കെ ഇനി UP സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ശ്രീ PM നാരായണൻ ഇപ്പോൾ ഉള്ളത് പ്രയാഗ്രാജിലാണ്. അവിടെ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഇനിയും ഫെബ്രുവരി 3-ാം തീയതി ഇതിന് സമാനമായ രീതിയിൽ ഒരു ഓസ്പീഷ്യസ് ഡേ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്നാന ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോകുമായിരിക്കും. ഫെബ്രുവരി 3-ന് വസന്ത പൗർണമി ദിവസമാണ്. അതും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്നാന ദിവസമാണ്. ആ ദിവസവും ഈ ഷാഹി സ്നാൻ, രാജകീയ സ്നാനം എന്ന് പറയുന്നുണ്ട്. ഈ ഷാഹി സ്നാനത്തിൻ്റെ ദിവസത്തിൻ്റെ പുണ്യം അതിനെ ഒരു വിശ്വാസപരമായി കാണുന്ന ആളുകൾ ഉണ്ട് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ആളുകൾ അങ്ങനെയല്ല, ഈ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗതുക കാഴ്ചകളിലേക്ക് എത്തുന്ന ആളുകൾ. ആ ദിവസവും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേരാറുണ്ട്. നേരത്തെ PM നാരായണൻ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ മുമ്പ് കഴിഞ്ഞ 2 തവണയും ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ഈ ഒരു മഹാകുംഭമേളയെ, പ്രയാഗിലെ മഹാകുംഭമേളയെ ആ തരത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും UP സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി കൂടുതൽ ആളുകൾ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ എത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ആ സ്ഥലത്തിൻ്റെ സംവിധാനത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനൊന്നും തൽക്കാലം കഴിയുന്ന ഒരു സംവിധാനമല്ല. ഈ ആളുകൾ ഇപ്പോൾ മാത്രം വന്ന് മടങ്ങിപ്പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അത്രയും ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു കൃത്യമായ കണക്കുകളൊക്കെ ഇല്ലെങ്കിൽ ലോകത്ത് തന്നെ എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് പ്രയാഗിലെ മഹാകുംഭമേള എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. അത്രത്തോളം ആളുകൾ ഒരു സ്ഥലത്ത് കൃത്യമായി എത്തുമ്പോൾ ആ ആളുകളുടെ ഇടയ്ക്ക് ഒരു തിക്കും തിരക്കും ഉണ്ടാവാനോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏതു സമയത്തും എങ്ങനെയും എല്ലാം ഉണ്ട്. കർശനമായ നിയന്ത്രണങ്ങളിലൂടെ, സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് ഒരു പരിധിവരെയൊക്കെ ഇത് നിയന്ത്രിക്കുന്നത്. പക്ഷേ അത് ഇന്നലത്തെ രാത്രിയിൽ ആ നിയന്ത്രണത്തിൽ എവിടെയോ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അങ്ങനെ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടായിരിക്കുന്നു. എന്തായാലും അവിടുത്തെ ആളുകളൊക്കെ, ഈ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായാലും സാധാരണഗതിയിൽ തന്നെ തീപിടുത്തങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും ഒക്കെ നിരന്തരം ഈ വലിയൊരു ആൾക്കൂട്ടം എത്തുന്ന സ്ഥലം എന്ന നിലയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായാലും ഈ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ മറ്റു പരിപാടികളെല്ലാം തുടരുക തന്നെ ചെയ്യും. പക്ഷേ വളരെ മാതൃകാപരമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ അഖാഡകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 13 അഖാഡകൾ ചേരുന്ന സമിതിയാണ് ഈ ഷാഹി സ്നാനം നടത്തുന്നത്. അവരെടുത്തത് വളരെ മാതൃകാപരമായ നിലപാടാണ്. ഇങ്ങനെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി ഇനി വീണ്ടും ഷാഹി സ്നാനം കൂടി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഈ സംഗമ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഷാഹി സ്നാനം നടക്കുന്നത് സംഗമ സ്ഥലത്താണ്. 2 നദികളും ചേരുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള മറ്റേ പുറമേക്ക് കാണാനില്ലെങ്കിലും അങ്ങനെ ഒരു ഭൂമിക്കടിയിലൂടെ നദി ഒഴുകുന്നു, സരസ്വതി നദി ഒഴുകുന്നുണ്ട് എന്നൊക്കെയാണ് ഹിന്ദു മതത്തിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അവിടെ കുളിച്ചാൽ പ്രത്യേകമായ പുണ്യം കിട്ടുമെന്നൊക്കെ കരുതുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കൂടുതൽ ആളുകളുടെ പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉത്സവമാണ്. അപ്പോൾ അവിടെ നടത്തേണ്ട ഒരു സുപ്രധാനമായ ചടങ്ങ്, അതിൽ പങ്കെടുക്കേണ്ടത് ഈ 13 അഖാഡകളെയും പ്രതിനിധീകരിക്കുന്ന അഖാഡകളുടെ ഏറ്റവും ചീഫിൻ്റെ നേതൃത്വത്തിലാണ്. ആരാണോ അഖാഡകളുടെ തലവൻ, ആ തലവൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഈ വലിയ ഘോഷയാത്ര, അതും വലിയ ആഘോഷത്തോടു കൂടി നടത്തുന്ന ഘോഷയാത്രയാണ്. ആഘോഷം മാത്രമല്ല, ആഡംബരത്തോടും ഒക്കെ കൂടി നടത്തുന്ന വലിയ വാഹനങ്ങളൊക്കെ അലങ്കരിച്ച് നടത്തുന്ന ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയിൽ
അവർ ഒഴിവാക്കാൻ തയ്യാറായത്. ഇന്നലെ തന്നെ ഈ വാഹനങ്ങളെല്ലാം അലങ്കരിക്കുകയും എല്ലാം ചെയ്തു കാണും. പക്ഷേ മനുഷ്യരുടെ ജീവനാണ് അതിനേക്കാൾ പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് ഈ അഖാഡകൾ എത്താൻ തയ്യാറായി. നമുക്ക് സമാനമായ മറ്റൊരു തീരുമാനം കൂടി കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് ആലോചിച്ചാൽ, ഈ ആനകളായിരുന്നു പണ്ട്, ആനകളുടെ പുറത്തായിരുന്നു നേരത്തെ ഈ ഷാഹി സ്നാനത്തിന് വേണ്ടി സന്യാസി വര്യന്മാർ എത്തിയിരുന്നത്. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആനകളെ കൊണ്ടുവരുമ്പോൾ ആനകൾ പലപ്പോഴും ഇടയുകയും ആളുകളിലൊക്കെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർ അത് തീരുമാനിച്ച് ഇനി ആനകളെ വേണ്ട, വാഹനങ്ങളുടെ പുറത്തേക്ക് മാറാം. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സന്യാസി സമൂഹങ്ങളൊക്കെ വാദിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ചില ആളുകളൊക്കെ മറിച്ച് ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ആചാരമാണ് എന്നൊക്കെ പറഞ്ഞ് മറിച്ച് വാദങ്ങൾ ഉയർത്തുന്നത് എന്നതുകൂടി ഇതിൽ ശരിയാണ്. തീർച്ചയായും അതോടൊപ്പം തന്നെയാണ് അവർ 12 വർഷം കാത്തിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ മൗനി അമാവാസ്യ. ആ ദിവസം ഇങ്ങനൊരു അപകടമുണ്ടായപ്പോൾ ആ സാഹചര്യത്തിൽ അന്നത്തെ ദിവസത്തെ അവർ ഏറ്റവും കാത്തിരിക്കുന്ന സ്നാനം വേണ്ടെന്ന് വെച്ച് അവർ ഇന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയൊരു സ്ഥലം, അവിടേക്ക് നിയന്ത്രിക്കാനാവുന്നതിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഉണ്ടായ അപകടമാണിപ്പോൾ നമ്മൾ പ്രയാഗ്രാജിൽ ഉണ്ടായി എന്ന് കേൾക്കുന്നത്. അവിടെ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് തിരിച്ചു വരാം. ഇടവേള. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ മോചിതയാകും. ശിക്ഷാ ഇളവ് നൽകി മന്ത്രിസഭായോഗം. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നടപടി. കൊല്ലപ്പെട്ട ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയാണ് ഷെറിൻ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകൾ. സുധാകരന്റെ ശരീരത്തിൽ 6 ആഴത്തിലുള്ള മുറിവുകൾ. തലയിൽ വെട്ടിയത് മരണം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ. ചെന്താമര നേരത്തെ സജിതയെ കൊന്നത് കൂടോത്രം ചെയ്തു എന്ന സംശയത്തിൽ. കുടുംബ ബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള സ്ത്രീയെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. തുടർന്നാണ് സജിതയെ 2019 കൊലപ്പെടുത്തിയത്. ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയാണ് സജിത. സജിതയെ കൂടാതെ അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളെയും ചെന്താമരയ്ക്ക് സംശയമുണ്ടായിരുന്നുവെന്നും പോലീസ്. കോടതി ജാമ്യം നൽകിയ പ്രതി പുറത്തിറങ്ങിയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നതായി അയൽവാസി പുഷ്പ. മരുമകൻ പോലീസാണെന്ന ധൈര്യമാണ് ചെന്താമരയ്ക്ക്. പ്രതിയെ പേടിച്ച് നാടുവിട്ടു പോവുകയാണെന്നും പുഷ്പ ന്യൂസ് 18നോട്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. 100-ലധികം പോലീസുകാർ പോത്തുണ്ടിയിലെ മലയോര മേഖലയിൽ പരിശോധന നടത്തുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി എഡിജിപി. ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിനാലാണ് അന്വേഷണം. എഡിജിപി എബ്രഹാമാണ് പാലക്കാട്. കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസണെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഇതിനുശേഷമാകും തെളിവെടുപ്പ്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ വിഷം കഴിച്ചിരുന്നു. കൊല്ലപ്പെട്ട ആതിരയും കൊലയാളി ജോൺസണുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്നത് ഭർത്താവിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് പോലീസ്. കുടുംബത്തെ ഉപേക്ഷിച്ച് ജോൺസണൊപ്പം പോയാൽ കുഞ്ഞിനെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യുമെന്ന് പൂജാരിയായ ഭർത്താവ് യുവതിയോട് പറഞ്ഞിരുന്നതായും പോലീസ്. രഹസ്യബന്ധത്തെക്കുറിച്ച് സൂചന ലഭിച്ച ആതിരയുടെ പിതാവ് ജോൺസനെ നേരത്തെ മർദ്ദിച്ചതായും കണ്ടെത്തൽ. സംവിധായകൻ സനൽകുമാർ ശശിധരനെ വിട്ടുകിട്ടാൻ അമേരിക്കൻ കോൺസുലേറ്റിനെ സമീപിക്കാൻ ഒരുങ്ങി പോലീസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ്. നിലവിൽ അമേരിക്കയിലുള്ള സനൽകുമാറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. നടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. താൻ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ശബ്ദം തന്റേതല്ലെങ്കിൽ നടി നിഷേധിക്കട്ടെ എന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. 2 വർഷമായി നടിയുമായി നിരന്തരം സംസാരിക്കാറുണ്ട്. നടിക്കും മകൾക്കും ജീവന് ഭീഷണിയുണ്ടെന്ന് നടി തന്നെയാണ് തന്നോട് പറഞ്ഞത്. മറ്റാരോ ആണിപ്പോൾ കേസ് കൊടുത്തതെന്നും സനൽകുമാർ ശശിധരൻ അമേരിക്കയിൽ നിന്നും ന്യൂസ് 18നോട് പ്രതികരിച്ചു. വയനാട് പയ്യമ്പള്ളി കുറുക്കൻമൂലയിൽ കടുവയെന്ന സംശയം. പ്രദേശവാസിയായ കാവേരിപ്പോയിൽ ലക്ഷ്മിയുടെ വളർത്തുനായെ പിടികൂടിയത് കടുവ എന്ന സംശയം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബ്രോവറി വിവാദം
വിവാദം CPM-ന് ആകെ കുറുക്കുകയാണ്. ഇപ്പോൾ CPM-നോട് ഇടഞ്ഞ് ഇടതുമുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്യമായി രംഗത്തെത്തുന്നു. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയിൽ എതിർപ്പ് പരസ്യമാക്കി CPI മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്നാണ് വിമർശനം. ജനതാദൾ എസിലും അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഈ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നു. ഇതിനിടെ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ബ്രൂവറി വിഷയം മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നു. വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസം CPI പരസ്യമായി ഒരു നിലപാടെടുത്തപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു CPI നിലപാടെടുക്കുന്നത് എങ്ങനെയാവും സ്വാധീനിക്കുക എന്ന്. ഇതിപ്പോൾ എല്ലാ വശത്തു നിന്നും CPM ഈ വിഷയത്തിൽ കുരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ജനതാദൾ എസ് കൃഷ്ണൻകുട്ടി ആ നാട്ടുകാരനാണ്. അവിടുത്തെ ജലക്ഷാമം ഏറ്റവും നന്നായി അറിയുന്ന കൃഷ്ണൻകുട്ടി അവിടെ ഒരു നിലപാടെടുത്തില്ല എന്നതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ എതിർപ്പുയരുന്നു. പ്രതിപക്ഷം ക്യാബിനറ്റ് നോട്ട് പുറത്തുവിടുന്നു. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ CPM ഏറെ പാടുപെടും എന്ന നിലയിലാണോ? തീർച്ചയായും മുന്നണിക്കുള്ളിൽ വലിയൊരു എതിർപ്പ് രൂപപ്പെട്ടു വരികയാണ്. നേരത്തെ കേരള കോൺഗ്രസ് മന്ത്രിയായ റോഷി അഗസ്റ്റൊക്കെ പദ്ധതി അനുകൂലിച്ച് സംസാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ CPI കടുത്ത നിലപാടിലേക്ക് മാറുകയാണ്. മുന്നണി നേതൃത്വത്തെ ഈ ബ്രൂവറി തന്നെ ഉപേക്ഷിക്കണം, ആ പദ്ധതിനെ ഉപേക്ഷിക്കണം, റദ്ദാക്കണമെന്ന് മുന്നണി നേതൃത്വം അറിയിക്കാൻ CPI തയ്യാറെടുക്കുന്നു. JDS-ൽ വലിയ കലാപമായി നേരത്തെ തന്നെ കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് വലിയ നീക്കങ്ങൾ JDS നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം കൂടി എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് JDS-ൽ കൃഷ്ണൻകുട്ടിയുടെ മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നത്. 9ഓളം ജില്ലാ പ്രസിഡന്റ്, നമുക്ക് വിവരമനുസരിച്ച് 9ഓളം ജില്ലാ പ്രസിഡന്റുമാരാണ് മന്ത്രിയെ മാറ്റണം. കാരണം K കൃഷ്ണൻകുട്ടി പ്ലാച്ചിവട സമര നായകനാണ്. JDS അവിടെ വലിയ രീതിയിൽ സമരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ ഉള്ള JDS എങ്ങനെയാണ് ഇത്തരമൊരു ജലചൂഷണം ഉള്ള പദ്ധതിക്ക് അനുകൂലിക്കുക? എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നപ്പോൾ ജനതാദളിന്റെ പ്രതിനിധിയായ K കൃഷ്ണൻകുട്ടി അക്കാര്യത്തിൽ എതിർപ്പറിയിച്ചിരുന്ന ചോദ്യമാണ് JDS ഉയർന്നത്. അതുകൊണ്ടാണ് മന്ത്രി മാറണമെന്ന ആവശ്യവുമായി JDS രംഗത്ത് വരുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം JDS-ന്റെ ജില്ലാ പ്രസിഡന്റുമാരുടെയും സംസ്ഥാന ഭാരവാഹികളുടെയും യോഗം ചേർന്നുണ്ട്. ആ യോഗത്തിൽ ഈ വിഷയം ശക്തമായി വരും. മന്ത്രി സ്ഥാനം തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കൃഷ്ണൻകുട്ടിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. മന്ത്രി കൃത്യമായി വിശദീകരിക്കണമെന്നാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. CPI അവരുടെ നിലപാട് അതേപടി തുടരുകയാണ്. ആദ്യമൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ ചെറിയ സംശയങ്ങൾ ഉന്നയിച്ചത് കേട്ടിരുന്ന് അതിന് അനുമതി നൽകുകയും പിന്നീട് പാർട്ടി സെക്രട്ടറിയെ എക്സൈസ് മന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോഴും അനുമതി നൽകിയ CPI പിന്നീട് മലക്കം മറിയുകയാണ്. തങ്ങളുടെ പ്രഖ്യാപിത പാരിസ്ഥിതിക നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന ഒരു അപമാന ഭയം കൊണ്ട് വേണം കരുതാൻ. ബിനോയ് വിശ്വം, നമുക്കറിയാം ബിനോയ് വിശ്വം ഈ പാരിസ്ഥിതിക വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യമെടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഒരു ഇമേജിന് പോലും കോട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും CPI. അതുകൊണ്ടുകൂടിയാണ് CPI ഇപ്പോൾ പരസ്യ വിമർശനവുമായി അല്ലെങ്കിൽ ഈ പദ്ധതി വേണ്ടുന്ന നിലപാടുമായി രംഗത്ത് വരുന്നത്. ഇന്നും അവരുടെ മുഖപത്രത്തിൽ ഒരു ലേഖനത്തിലൂടെ വിയോജിപ്പ് അവർ പരസ്യമാക്കുന്നുണ്ട്. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയുടെ എതിർപ്പ് ഈ മുഖപത്ര ലേഖനത്തിൽ അവർ വ്യക്തമാക്കുന്നു. ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളും ആശങ്കയുണ്ടാക്കിയെന്നാണ് വിമർശനം. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊഗീരിയുടെ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വരുമ്പോഴും ഒരു സംശയമെങ്കിലും ചോദിച്ച മന്ത്രിമാരിൽ ഒരാൾ P പ്രസാദ് ആയിരുന്നു. ഈ അരി ഉപയോഗിക്കുമ്പോൾ അത് സംസ്ഥാനത്ത് അരി ക്ഷാമം ഉണ്ടാകില്ല എന്ന സംശയമാണ് പ്രസാദ് ഉന്നയിച്ചത്. അദ്ദേഹം ഈ വെള്ളത്തിന്റെ കാര്യത്തിലും സംശയം പ്രകടിപ്പിച്ചു. അതൊക്കെ ഒന്നും ഉണ്ടാകില്ല, ഉപയോഗശൂന്യമായ അരിയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് മന്ത്രി MP രാജേഷ് അവിടെ വിശദീകരിച്ചതോടുകൂടി പ്രസാദിന്റെയും CPIയുടെയും ഒക്കെ സംശയം തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കുറിപ്പിലും അതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ കുറിപ്പിലും ഈ അരിയുടെ കാര്യത്തിൽ അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ള നിയമ ഭേദഗതിയോടെ കുറിപ്പിൽ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. P പ്രസാദിന്റെ ഒരു നിർദ്ദേശം ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ അത്തരം തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം പോയത്. ഏതായാലും CPM-ന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ്. എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്നൊരു നിലപാടെടുക്കുമ്പോൾ അത്ര എളുപ്പമാകില്ല മുന്നണിയിലുള്ള കാര്യങ്ങൾ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നെന്മാറയിൽ കൂട്ടക്കൊലപാതകം നടത്തിയ പ്രതി ഇപ്പോൾ DYSP ഓഫീസിലുണ്ട്. സുധാകരൻ സ്കൂട്ടറിൽ തന്നെ ഇടിക്കാനെത്തിയപ്പോഴാണ് വെട്ടിയതെന്ന് ചെന്താമര മൊഴി നൽകി. ലക്ഷ്മി തന്റെ ജീവിതം തുലച്ചു, തെറി പറഞ്ഞ് ഓടി അടുത്തേക്ക് എത്തിയതുകൊണ്ടാണ് ലക്ഷ്മിയെ വെട്ടിയതെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ വിഷം കുടിച്ചെന്നും ചെന്താമര പറഞ്ഞെങ്കിലും ഡോക്ടർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനിയും ഒപ്പം അനുമോദും ചേരുന്നുണ്ട്. അനുമോദിലേക്ക്, അനുമോദ്, ഇപ്പോ
കുറച്ച് ഇയാളുടെ മൊഴിയുടെ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതൊന്നും അല്ലെങ്കിൽ പോലും ഈ പറയുന്നതിൽ പ്രധാനമായ ഒരു കാര്യം, ഇയാൾ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസം അങ്ങേ അറ്റം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം അനുമോദ് പറഞ്ഞതുപോലെ ഒന്ന് വീണാൽ പോലും അത് ജോത്സ്യനെ പോയി കാണുന്ന ഒരാൾ. അങ്ങനെയുള്ള ആളുടെ മൊഴികളെ എങ്ങനെയാണ് പോലീസ് കണക്കിലെടുക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് ഈ മൊഴിയുടേതായി ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, ഈ മൊഴിയിൽ എത്രമാത്രം വിശ്വസനീയമാണെന്ന് പറയാനാകില്ല. പക്ഷേ പോലീസിന് അയാൾ നൽകിയ പ്രാഥമിക മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. അത് നുണ പറഞ്ഞതാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ തന്നെ അത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതുവരേക്കും പോലീസിന്റെ നിലപാട് അയാൾ നുണ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ കൊലപാതകം സംബന്ധിച്ച് മൊഴി, പ്രതി കൊടുത്ത മൊഴി, ഇയാൾ സ്കൂട്ടറിൽ വരുമ്പോൾ സുധാകരൻ ഇടിച്ചു, തുടർന്ന് സ്കൂട്ടർ മറിയുകയായിരുന്നു. തൻ്റെ കൈവശമുള്ള കൊടുവാള് സുധാകരൻ്റെ ദേഹത്ത് തട്ടി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതിനുശേഷം ലക്ഷ്മി തന്നെ ചീത്ത വിളിച്ചപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രതി ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള മൊഴികൾ നൽകുന്നു എന്ന് വേണം ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പോലീസിന്റെ അന്വേഷണത്തെ എങ്ങനെ വഴിതിരിച്ചു വിടാം, അല്ലെങ്കിൽ തനിക്ക് ഒരു മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസിനെ കൊണ്ട് തയ്യാറാക്കിക്കുക എന്ന ലക്ഷ്യം ഒരുപക്ഷെ ഇയാളുടെ ഈ മൊഴികളിലൊക്കെ ഉണ്ടാകാം. ഇയാൾ ആദ്യമായിട്ടല്ല ഒരു കൊലപാതകം ചെയ്യുന്നത്. ഒരു കൊലപാതകം ചെയ്ത് വർഷങ്ങളോളം ജയിലിൽ കിടന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ നിന്ന് അയാൾ ഇതിനേക്കാൾ വലിയ ക്രിമിനൽസുമായിട്ട് ചങ്ങാത്തത്തിലായിരിക്കാം. അങ്ങനെ ഈ പോലീസിന്റെ അന്വേഷണ രീതി മനസ്സിലാക്കിയിരിക്കാം. എങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്നതിനെക്കുറിച്ച് പ്രതിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം എന്നാണ്. അങ്ങനെയാണ് എന്നല്ല. ഒരുപക്ഷെ ഇത്തരം മൊഴികളൊക്കെ അതിൻ്റെ കൂടി ഭാഗമാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പോലീസിന് കുഴക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം വിഷം കഴിച്ചു എന്ന് ഇയാൾ പറയുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ സുധാകരനുമായിട്ട് ഇയാൾ കഴിഞ്ഞ ദിവസം, ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം വാക്കുതർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ ഇയാൾ കൊല്ലാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അയാൾ പോലീസ് നൽകിയ മൊഴി ആകസ്മികമായി സംഭവിച്ചു എന്നുള്ളതാണ്. രണ്ട് കേസാണ്. ആകസ്മികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നുള്ള വികാരത്തിൽ സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യവും ആസൂത്രണത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യവും രണ്ടായിട്ട് തന്നെയാണ് കോടതിക്ക് മുമ്പിൽ എത്തുക. അപ്പോൾ അത്തരത്തിൽ ഇത്തരം മൊഴികൾ നൽകുന്നതിലൂടെ കൃത്യമായ ചില ലക്ഷ്യങ്ങളും പ്രതിക്കുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ സംശയിക്കാം. എന്നാണെങ്കിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാട് SP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. എന്തൊക്കെയാണ് പോലീസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെങ്കിലും അല്പസമയത്തിന് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശരിയാണ്. ഷംന കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഷംന, ഇപ്പോൾ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരന്റെ മക്കൾ കൊപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷംന, അവർക്ക് എത്രത്തോളം ആശ്വാസമുണ്ട്? ഇന്നലെയൊക്കെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇയാളെ പിടികൂടിയത് അവർക്ക് എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ട്? ശ്രീജ, ഈ പ്രതിയെ പിടികൂടി എന്ന വാർത്ത വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പ്രതിക്ക് വധശിക്ഷ ഉൾപ്പെടെ നൽകുന്നത് വരെ അവർക്ക് ആ ഒരു ആശ്വാസത്തിന് ഒരു ഇതുണ്ടാവും. കാരണം വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതി അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ കുടുംബവും ഈ കുട്ടികളും പറയുന്നത്. കാരണം പലവട്ടം പോലീസിൽ പരാതി നൽകിയിട്ട് ഒരു തവണയെങ്കിലും പോലീസ് ആ പരാതി ഒന്ന് ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥിതി ഈ കുടുംബത്തിന് ഉണ്ടാവില്ലായിരുന്നു, ഈ മക്കൾക്കുണ്ടാവില്ലായിരുന്നു. ആ പ്രതി പിടിക്കപ്പെട്ടിട്ട് പോലും ഒരു തരി കുറ്റബോധമില്ലാതെ, ഒരു കൂസലില്ലാതെയാണ് ആ പ്രതി ഇന്നലെ പോലീസിന്റെ മുമ്പിൽ, അത്രയും നാട്ടുകാർ അത്രയും രോഷത്തിൽ നിൽക്കുമ്പോൾ പോലും ഒരു കൂസലില്ലാതെ ഇനിയും കൊല്ലും, 3 പേരെ കൂടി ഇനിയും കൊല്ലാനുണ്ട് എന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിയാണ്. അപ്പോൾ ആ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ കുട്ടികളും ഈ നാട്ടുകാരും ആഗ്രഹിക്കുന്നില്ല, അത് ആ പ്രതി അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. സുധാകരന്റെ മക്കളുണ്ട്. മോളെ, ഈ പ്രതിനെ പിടിച്ചത് ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷെ ആശ്വാസമാണ് ചേച്ചി, പക്ഷെ ഒന്ന് കൊന്നു തന്നാൽ മതി. ഇനി ഞങ്ങൾക്ക് വയ്യ ഇനി പറയാൻ. എല്ലാവരുടെ അടുത്ത് തെറ്റ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത്, കാര്യം വയ്യ. വേണ്ട ഷംന, നമുക്ക്
ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് സംസാരിക്കേണ്ട. നമ്മളെ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട്, പലതവണ പോലീസിൽ പരാതി കൊടുത്തതാണ്. ഇപ്പോൾ പിടിച്ചു, അത് ആശ്വാസമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം നാട്ടുകാരെ ഉൾപ്പെടെ പറയുന്നത് പോലീസിനോ നിയമത്തിനോ അല്ല, നാട്ടുകാരുടെ മുമ്പിലായിരുന്നു പ്രതിയെ കിട്ടേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിയമത്തിൽ വിശ്വാസമുണ്ടോ? ഇപ്പോൾ ഇനിയും പ്രതീക്ഷയുണ്ട്. ഇനി അയാളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണത്. എന്നാലല്ലേ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ നാട്ടിനാണെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി അയാൾ കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് തന്നെയാണ് ശ്രീജ. കാരണം ഈ കുട്ടികൾ ഉൾപ്പെടെ പലവട്ടം പറഞ്ഞതാണ് അക്കാര്യം. പലതവണ പോലീസിൽ പരാതി നൽകിയതാണ്. അപ്പോൾ ഈ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല, അത് ആ പ്രതി അർഹിക്കുന്നില്ല. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിലെങ്കിലും ആ പ്രതിക്കൊരു ഇത്തിരി എങ്കിലും കുറ്റബോധം തോന്നിയിരുന്നെങ്കിൽ, മനസ്താപം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇനിയും കൊലപാതകങ്ങൾ നടത്തും. അതും എന്തിൻ്റെ പേരിൽ? ഒരു പ്രകോപനവുമില്ലാതെ വെറും അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ആദ്യ കൊലപാതകം നടക്കുന്നത്. അതിന് പിന്നാലെ ഇയാളുടെ വ്യക്തിവൈരാഗ്യം, പക, അതൊടുങ്ങാതെ വീണ്ടും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേ. അവിടെ നിർത്താനും അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. സ്വന്തം ഭാര്യയെയും മകളെയും മരുമകനെയും അടക്കം കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു എന്നതാണ് അയാൾ അവസാനവും പോലീസിനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇനി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ നീതിന്യായ സംവിധാനമാണ്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പോലീസിനെതിരെ കൂടിയാണ് പറയുന്നത്. പോലീസിനും ആ പ്രതിക്കും ഒരേ മനസ്സാണെന്ന് ചെന്താമരയിൽ നിന്ന് നേരത്തെ വധഭീഷണി നേരിട്ടിരുന്ന പുഷ്പ പറഞ്ഞു. പലതവണ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. പോലീസിൽ ഒട്ടും വിശ്വാസമില്ലെന്നും പുഷ്പ പറഞ്ഞു. ഇയാളിനെയും കാട്ടിയുമായിട്ട് പോലീസുകാർക്കുമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത്. എല്ലാം ഞാൻ കണ്ടു എന്നാണ് ഇപ്പൊ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ കണ്ടു, ഇതിന്റെ എല്ലാം കണ്ടുകിട്ടാണ് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ല ഇന്നലെ കഴിഞ്ഞ് ആ സഹിച്ചേച്ചിനെ കൊന്നപ്പോഴതാണ്. അയാൾക്ക് അയാൾക്ക് പറയാം, അയാളിനെ ഇവർക്ക് പറയാം. അതുപോലെയാണ് ഇവരിപ്പോ നടത്തിവിറ്റ് വന്നത്. അപ്പൊ ഞങ്ങൾ ഈ 3 പ്രാവശ്യം പോയി പരാതി കൊടുത്തപ്പോഴും ആ പിള്ളേർ വന്ന് പരാതി ഒരു പ്രതികരണം. അപ്പൊ അയാൾക്കല്ലേ കൂട്ടു നിന്നിട്ടുള്ളൂ ഇവര്. ഞങ്ങൾക്ക് ചട്ടമുണ്ട്, നിയമമുണ്ട്. എന്ത് നിയമമാ പറയുന്നത്? ഒരു മനുഷ്യന്മാരുടെ ആത്മാവ് പോയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ വന്ന് നായികത്ത് ഒരു നേരം വന്ന് 2 നേരം ശരി, അയാൾ എന്ത് ചെയ്യണം? എന്തായാലും ഒരു കൊലയാളിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ വരുന്നത്. അവർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു നേരം വന്ന് നോക്കിയതാണ് ഇപ്പൊ ഈ കൊല നടക്കൂ. എന്താ കൊലയും ഒന്നും നടക്കണില്ല ലോകത്തെന്ന് പറയും. നമ്മളൊന്നും ഇപ്പൊ കരുതിയില്ല, പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ ആ ചേച്ചിനെ കരുതിയില്ല, പ്രതീക്ഷിച്ചില്ല. ഞങ്ങളത് ചിന്തിച്ചും കൂടിയില്ല. അതിനെ നടത്തി വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് പോയി. അപ്പൊ അവരും കൂടി പരാതി പറഞ്ഞു. ഞാനും 3 പ്രാവശ്യം. ഇയാൾ വന്നത് തൊട്ട് ഞങ്ങൾക്ക് പരാതിയാണല്ലോ. പിന്നെ എന്ത് പ്രതീക്ഷയില്ല, ഒന്നും നിങ്ങൾ അറിയിക്കാതെ അവന് വിടുകയില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ. ഇപ്പൊ വന്ന് ഈ 2 ചെയ്തില്ല. അത് ഒരു കുടുംബത്തിലെ ഈ മാതിരി ചെയ്ത് ആ മക്കൾക്കൊന്നുമില്ലാതെ ആയില്ലേ. ആ മക്കൾക്ക് ഒരു ന്യായനീതി കിട്ടണം. അവനെ വിടാൻ പാടില്ല. ഇല്ല, അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ കൊന്നുകൊണ്ടുപോയി കത്തിക്കാം. അവർക്ക് പാതുകാക്ക് കൊടുക്കും, ചോറ് കൊടുക്കും, കഞ്ഞി കൊടുക്കും, അവൻ പോറ്റും പുലർത്തും. അതൊക്കെ റെഡിയാ. പിന്നെ ഈ വിട്ട ഇതല്ല. എന്താ മോളെ പറയുന്നത്? തെറ്റുണ്ട. ഇയാളുടെ ബന്ധുക്കൾ പോലും ഇയാളുമായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെ പറയുകയാണ്. ചെന്താമരയുടെ അമ്മയും സഹോദരന്റെ ഭാര്യയും ന്യൂസ് 18നോട് രാവിലെ സംസാരിച്ചു. ജാമ്യം കിട്ടാൻ തങ്ങൾ ഇടപെട്ടിട്ടില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ തെറ്റാണെന്നും കുടുംബം പറഞ്ഞു. ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് മുതൽ ആദ്യഘട്ടം മുതൽ തന്നെ കേൾക്കുന്ന പേരാണ്. ഈ ജാമ്യം നൽകാനായി സമീപിച്ചത് ഈ ജ്യേഷ്ഠനും അതുപോലെ തന്നെ അമ്മയുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം മുതൽ തന്നെ വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ചെന്താമരയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. ചേച്ചി, ഈ ജാമ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്? ചെന്താമരയാണ് ജാമ്യം, നിങ്ങളുടെ ഭർത്താവോ അമ്മയോ, ചെന്താമരയുടെ അമ്മയോ ആണോ ജാമ്യം നൽകാൻ വേണ്ടി? ഇല്ല, ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബന്ധവുമില്ല. ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല. അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ചെന്താമരയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊന്നും. അയാൾക്ക് വർഷങ്ങളായി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറേയായി. അപ്പം അവരവിടെ, ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ
ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും എന്താ അമ്മയെന്ന് പറഞ്ഞ് വരും പോകും. അതല്ലാണ്ട് കഴിക്കാനോ തിന്നാനോ ഒന്നും നിൽക്കില്ല. വരും അങ്ങനെ അമ്മൻ്റെ അടുത്ത്. ഇത് തറവാട്ട് വീടായതുകൊണ്ട് അയാൾ വരുന്ന ഞങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഞങ്ങൾ എതിർത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഭീഷണിയായല്ലോ. ഞങ്ങളുടെ വരുന്നതും ചെയ്താലും ഞങ്ങൾക്ക് പേടിയുണ്ട്. അങ്ങനെ ചെയ്ത ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതുപോലെ കൊല ചെയ്തിട്ട് വന്നപ്പോൾ ഞങ്ങളായിരുന്നു അതിനെ പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് ഭക്ഷണം പറഞ്ഞ് വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീ എന്നെ ഒറ്റിക്കൊടുത്തൂലേ എന്നുള്ളത് ആളോ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു വൈരാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെ അമ്മ എന്നുള്ള ഇതിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വരും. വന്നാൽ അമ്മയുടെ അടുത്ത് 2 വർത്തമാനം പറയും, അപ്പം തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ വരണ്ടെന്നോ എടുക്കണ്ടെന്നോ പറയാൻ ഞങ്ങൾക്കും പേടിയുണ്ട്. ഞങ്ങളെ വലുതും ചെയ്താലോ. ഇത്തവണ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ചെന്താമര വന്നിരുന്നു ഇങ്ങോട്ട് തറവാട്ടിലോട്ട്? ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അമ്മനെ കാണാൻ എന്താണ് 1 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കണ്ടു 1 5 മിനിറ്റ് വർത്തമാനം പറയും, അപ്പം തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകും. അല്ലാതെ ഈ ഒളിവിൽ പോയതിനു ശേഷം ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് ഈ കൊലപാതക സുധാകരനെയും അമ്മേനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ വന്നിട്ടില്ല. ഇപ്പോ നിങ്ങളാണ് ഇയാൾക്ക് കൂട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ ജാമ്യത്തിനടക്കം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള അതാണ്. ഞങ്ങൾ കൂട്ടിൽ നിന്നിട്ടില്ല, ഞങ്ങൾ ജാമ്യം എടുത്തിട്ടില്ല, ഞങ്ങൾ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല. അയാളെ സ്വയം ജാമ്യം എടുത്തു, അയാളെ സ്വയം എന്തായി അയാളെ വന്നിരുന്നിരിക്കുകയാണ്. ഞങ്ങളൊന്നും ഇതിനാളല്ല. ഈ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട് ചെന്താമരയുടെ അടുത്ത്. അത് ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ഇത് ചെയ്യാൻ പറഞ്ഞതാണോ ഇത് ചെയ്തത്? ആ കുടുംബത്തിനെ ഇതാക്കി ഞങ്ങൾക്ക് അത് ഭയങ്കര വേദനയുണ്ട്. ഇത് അവർക്ക് സംഭവിച്ചത് നമുക്ക് കുട്ടിയും മക്കളോടെ ഇരിക്കുന്നതല്ല. നല്ല വേദന, നല്ല ഇതുണ്ട്. ഈ ചെയ്തത് അനീതി തന്നെയാണ് ഇത് കാണിച്ചത്. അതിനുള്ള ശിക്ഷ അയാൾ പിന്നെ കോടതി എന്താണ് വെച്ച ശിക്ഷ നിലയ്ക്കോട്ടെ, തൂക്കുതണ്ടത്തിലോ ഏത് വിധം വേണമെങ്കിലും അയാൾക്ക് ശിക്ഷ കൊടുത്തോട്ടെ. ഇങ്ങനെ ചെയ്ത ആൾക്ക് ശിക്ഷ കൊടുത്തേ മതിയാവൂ. ഇപ്പോ നാട്ടുകാർ പറയുന്നത് ഒന്നില്ലെങ്കിൽ വധശിക്ഷ നൽകണം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇയാളെ വിട്ടു നൽകണം എന്ന തരത്തിലാണ്, ജനങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന തരത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കിതിൽ ഒന്നും പറയാൻ ഞങ്ങൾക്ക് ശിക്ഷ അത് ഏത് വിധം വേണമെങ്കിലും ശിക്ഷ അനുഭവിച്ചോട്ടെ, ഇത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിലോ ഏത് വിധം വേണമെങ്കിലും അത് ചെയ്തോട്ടെ. ഞങ്ങൾക്കൊന്നും അതിൽ ഇതാകാനോ എടുക്കാനോ അതിന് അയാളെ ഞങ്ങൾക്കത് ഇതേ ഇല്ല. അയാൾ ചെയ്ത ശിക്ഷ അയാൾ തന്നെ അനുഭവിച്ചോട്ടെ. അയാളെ അർഹിക്കാൻ പറ്റാത്ത അതല്ലേ ചെയ്തത്. അപ്പൊ അയാൾ താന്താൻ ചെയ്ത് അയാളെ തന്നെ അനുഭവിച്ചോട്ടെ. അല്ല, നിങ്ങളെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ജ്യേഷ്ഠാവിനെ ഇയാളുടെ അനിയനെ കിട്ടാണ്ടായപ്പോ ഭർത്താവിനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അയാളെ കിട്ടാണ്ടാവുമ്പോ ഏട്ടനെയല്ലേ എന്താവുക. പിന്നെ വിട്ട് അയച്ചു പറഞ്ഞു. കിട്ടിയ ശേഷം എല്ലാം ഏട്ടനെ. അമ്മ എന്താണ് പറയുന്നത് ഈ ചെന്താമരയുടെ കാര്യത്തില്? അമ്മ എന്താ വയസ്സായി തള്ളി എന്താ പറയുക അതിന് എന്താ നമ്മളെന്താ പറയുക? അതെന്താ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് തന്നെ അമ്മ പറയുന്നത്. എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ചെയ്തത് വല്ലാത്ത അനീതിയാണല്ലോ കാണിച്ചു കൂട്ടിയത്. ഒരു കുടുംബത്തിനെ ആണല്ലോ അങ്ങനെയാക്കിയത്. നല്ലതെന്ന് പറയുമോ? ഈ ചെയ്തത് തെറ്റ് തന്നെ. അവൻ ചെയ്ത തെറ്റ് അവൻ തന്നെ അനുഭവിക്കട്ടെ. ഏത് വിധം വേണമെങ്കിലും അവൻ അനുഭവിച്ചോട്ടെ, ഇതായിക്കോട്ടെ. നമ്മളൊന്നും ഇതിന് ആർക്കറിയാം. എല്ലാം തന്നെയാണ് അമ്മൻ്റെ അഭിപ്രായങ്ങളും. ഈ ചെന്താമരയ്ക്ക് മറ്റാരൊക്കെ ഉണ്ട് ബന്ധുക്കളായിട്ട്? ബന്ധുക്കളായിട്ട് പറഞ്ഞാൽ 2 അനിയത്തിമാർ, 4 മക്കളാണ് അവർ. 2 ആണും 2 പെണ്ണും. ഒരു അനിയത്തിന് ചാട്ടിയോട് കൊടുത്തിട്ടുണ്ട്, 1 എലവഞ്ചേരി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വന്തക്കാർ ബന്ധുക്കാൻ അവർ അമ്മയായമാരായിട്ട് ഒരു 7-8 മക്കളാണ്. അതൊക്കെ ചെറിയച്ചന്മാരും മാമന്മാരൊക്കെ ആയിട്ട് അവിടെ എവിടെയൊക്കെ. ഈ ബന്ധുക്കൾ ആരും ഒരു സഹായവും ചെന്താമരക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജാമ്യത്തിൽ ഉൾപ്പെടെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അവരൊന്നും ഇതില്ല. ബന്ധുക്കാരോ ആരും ഇതില്ല. ഇയാൾ തന്നെ ഇയാളുടെ സ്വയം അഭിപ്രായത്തിൽ സ്വയം ചെയ്തു കൂട്ടിയതും അതേപോലെ തന്നെ എല്ലാം അയാൾ തന്നെ അയാളുടെ തന്നിഷ്ടപ്രകാരം. അല്ലാണ്ട് ആരും ഇതിന് ഒരു ഇതുമില്ല. ഞങ്ങൾ അതിനൊരു കൂട്ടോ ഞങ്ങൾക്ക് അതിന് പറ്റില്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരിക്കുന്നതല്ലേ. ഞങ്ങൾ അല്ല അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ നമുക്ക് എന്താ അറിയാ. നമുക്ക് അയാളുടെ മനസ്സിനെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു തരത്തിൽ പോലും ഈ ജാമ്യത്തിൽ ഇറക്കുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലും ചെന്താമരയുമായിട്ട് തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരിക്കലും അവരെ ചെന്താമരയെ അംഗീകരിച്ചിട്ടില്ല. വരുന്ന വാർത്തകൾ ആദ്യഘട്ടം മുതൽ തന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ബന്ധുക്കളാണ്, സഹോദരനാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. അത് പൂർണ്ണമായും നിഷേധിക്കുക തന്നെയാണ് ഈ കുടുംബം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ അമ്മ, ചെന്താമരയുടെ അമ്മ ഉൾപ്പെടെ മകൻ ചെയ്തത് തെറ്റാണ്, മാപ്പർഹിക്കാത്ത ശിക്ഷയാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നതും. ഷംനയാണ് ഈ ചെന്താമരയുടെ കുടുംബവുമായി സംസാരിച്ചത്. മറ്റ് വാർത്തകളിലേക്ക് പോവാം. കഠിനംകുളം കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോൺസൺ ഔസേപ്പ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. ജോൺസണെ വിശദമായി ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ഇപ്പോൾ ആറ്റിങ്ങൽ സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്.
എറണാകുളം, കോട്ടയം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ജോൺസൺ ഔസേപ്പിന്റെ പേരിൽ അടിപിടി കേസുകളും മോഷണക്കേസുകളും ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ക്രിമിനൽ പശ്ചാത്തലം അറിയാതെയാണ് പ്രതിയുമായി കൊല്ലപ്പെട്ട ആതിര അടുപ്പത്തിലായത്. യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സ്റ്റീൽ കത്തി വാങ്ങിയ ചിറയൻകീഴ് വലിയ കടയിലെ വ്യാപാര സ്ഥാപനത്തിലും രക്തക്കറ പുരണ്ട ജീൻസ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട സ്ലാബിന് സമീപത്തും പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. തുടർന്നാകും കൊലപാതകം നടന്ന കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുക. ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലാകും പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിക്കുക. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി യുവതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുടുംബത്തെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങിവരാൻ വിസമ്മതിച്ച ആതിരയെ കഴിഞ്ഞ 21 രാവിലെയാണ് ജോൺസൺ ഔസേപ്പ് വീടിനുള്ളിൽ കടന്ന് ബലപ്രയോഗത്തിലൂടെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോരാട്ടച്ചൂടിൽ ഡൽഹി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് നൽകണം. രാത്രി 8 മണിക്ക് മുൻപായി തെളിവ് നൽകാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. ഡൽഹിയിൽ നിന്ന് ER രാഗേഷ് വിശദവിവരങ്ങളുമായി നൽകുന്ന റിപ്പോർട്ടിലേക്ക്. യമുന നദി ഡൽഹി തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വരുന്ന വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അതോടുകൂടി യമുന ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ കോൺഗ്രസും BJPയും കേജ്രിവാളിനെതിരെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം 2020 ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു യമുന നദി നവീകരിക്കും, മലിനീകരണം ഒഴിവാക്കുമെന്നുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാൻ കേജ്രിവാളിന് സാധിച്ചില്ല എന്ന ആദ്യം മുതൽ ആരോപണമായി അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി പ്രത്യേകിച്ച് ഡൽഹി ജലബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നിലപാടാണ് ഇത്തരത്തിൽ വിഷാംശം കലർന്ന ജലം ഡൽഹിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഡൽഹിയിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായതിനെ, പ്രത്യേകിച്ച് ഡൽഹിയിലെ നിവാസികൾ അതിന്റെ ദുരിതം അനുഭവിച്ചേനെ എന്ന പ്രതികരണം അരവിന്ദ് കെജ്രിവാൾ നടത്തുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തും BJP നേതാക്കളുമാണ്. കേജ്രിവാളിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല BJP ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാളിനെ, ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന കേജ്രിവാളിനെ പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തെളിവുകൾ നിരത്തണം കേജ്രിവാൾ എന്നുള്ളതാണ്. തെളിവുകൾ ഹാജരാക്കണം. 8 മണിക്ക് മുൻപായി, രാത്രി 8 മണിക്ക് മുമ്പായി തെളിവുകൾ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കേജ്രിവാൾ എന്ത് തെളിവ് നിരത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും മുഖ്യമന്ത്രി അതിഷിയും സമാനമായ പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വിഷാംശം എന്നല്ല അതിഷി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറിച്ച് അമോണിയ കലർന്ന വെള്ളം ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. അത് ഹരിയാനയിൽ നിന്നുള്ള വ്യാവസായിക മാലിന്യങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അത് തടയാൻ ഹരിയാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രവുമല്ല ഇതൊക്കെ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ശേഷിയുടെ 10 മടങ്ങാണ് ഡൽഹിയിലേക്ക് മലിനജലം വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ അതിഷി കമ്മീഷനെ കണ്ടിരുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ തുടരുകയാണ്. അമിത്ഷാ തന്നെ ഇന്നലെ കേജ്രിവാൾ എന്ത് വിഷാംശം കലർത്തിയെന്ന് പറയാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ലഫ്റ്റനന്റ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ, ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത്, നേതാവിനോട് ഇക്കാര്യം പറയണം എന്നാണ് അതിഷിക്ക് അയച്ച കത്തിൽ പറയുന്നത്. അങ്ങനെ വലിയ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നു. ഏതായാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ യമുന വരും ദിവസങ്ങളിലും കത്താൻ തന്നെയാണ് സാധ്യത. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. NVS-02 ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മറ്റൊരു സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. 100ാം വിക്ഷേപണ വിജയം ISRO ആഘോഷമാക്കി. ദിശാനിർണയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിക്കുന്ന നാവിക്കിന് മുതൽക്കൂട്ടാണ് NVS-02. വിക്ഷേപണത്തിൽ 100ന്റെ നിറവിലേക്ക് ഇന്ത്യ കുതിച്ചുയർന്നത് രാവിലെ 6:23-ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 2ാമത്തെ വിക്ഷേപണത്തറയിൽ നിന്ന് NVS-2 ഉപഗ്രഹവുമായി GSLV F-15ന്റെ ലിഫ്റ്റ് ഓഫ്. 3, 2, 1, L40 stages are ignited.
plus 5 seconds. Lift off normal. Magnificent liftoff of GSLV F-15 NVS-02 mission. 100th launch mission of ISRO embarks on its journey. നിർണായകമായ സെപ്പറേഷൻ ഘട്ടം പിന്നിട്ട് 20 മിനിറ്റിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ NVS-2 എത്തി. ഇന്ത്യക്ക് വിദേശ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഇനി കുറയ്ക്കാം. ഗതി നിർണയ ദിശ നിർണയ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവട്. इसमें हाइपरगोलिक ईंधन का इस्तेमाल होता है. Payload fairing separated. The first launch of this year, 2025, has been successfully accomplished, with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണി സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്. ഈ ശ്രേണിയിലെ ആദ്യ ഉപഗ്രഹം NVS-1 2023 മെയ് 29 വിക്ഷേപിച്ചിരുന്നു. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദൌയെയും വെല്ലുന്ന ഗതിനിർണയ സംവിധാനമാകും ഇന്ത്യയുടെ നാവിക്. ഇന്ത്യയിൽ ഉടനീളവും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയുമുണ്ട് നാവിക്കിന്. സൈനിക ആവശ്യങ്ങൾക്ക്, മത്സ്യബന്ധന ബോട്ടുകൾക്ക്, കപ്പലുകൾക്ക്, എല്ലാതരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് സഹായകമാകും. സ്പേസ് ഡോക്കിംഗ് എന്ന സ്വപ്നവും പിന്നിട്ട സെഞ്ചുറി കുതിപ്പ് ശ്രീഹരിക്കോട്ടയ്ക്കും അഭിമാന നേട്ടം. അത്യാധുനിക സൗകര്യങ്ങൾ, ചെലവ് കുറഞ്ഞ വിക്ഷേപണം, ഈ സവിശേഷതകളിൽ മറ്റു രാജ്യങ്ങൾ പോലും ആശ്രയിക്കുന്ന ലോകോത്തര വിക്ഷേപണ കേന്ദ്രമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള കൂടി. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ മോചിതയാകും. ശിക്ഷാ ഇളവ് നൽകി മന്ത്രിസഭായോഗം. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നടപടി. കൊല്ലപ്പെട്ട ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയാണ് ഷെറിൻ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകൾ. സുധാകരന്റെ ശരീരത്തിൽ 6 ആഴത്തിലുള്ള മുറിവുകൾ. തലയിൽ വെട്ടിയത് മരണം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ. ചെന്താമര നേരത്തെ സജിതയെ കൊന്നത് കൂടോത്രം ചെയ്തു എന്ന സംശയത്തിൽ. കുടുംബ ബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള സ്ത്രീയെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. തുടർന്നാണ് സജിതയെ 2019 കൊലപ്പെടുത്തിയത്. ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയാണ് സജിത. സജിതയെ കൂടാതെ അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളെയും ചെന്താമരയ്ക്ക് സംശയമുണ്ടായിരുന്നുവെന്നും പോലീസ്. കോടതി ജാമ്യം നൽകിയ പ്രതി പുറത്തിറങ്ങിയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നതായി അയൽവാസി പുഷ്പ. മരുമകൻ പോലീസാണെന്ന ധൈര്യമാണ് ചെന്താമരയ്ക്ക്. പ്രതിയെ പേടിച്ച് നാടുവിട്ടു പോവുകയാണെന്നും പുഷ്പ ന്യൂസ് 18നോട്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. 100-ലധികം പോലീസുകാർ പോത്തുണ്ടിയിലെ മലയോര മേഖലയിൽ പരിശോധന നടത്തുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി ADGP. ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിനാലാണ് അന്വേഷണം. ADGP എബ്രഹാമാണ് പാലക്കാട് SP-യോട് റിപ്പോർട്ട് ചോദിച്ചത്. കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസണെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ട യുവതി ഗുരുതരാവസ്ഥയിൽ. 20-കാരിയെ ഞായറാഴ്ചയാണ് അർദ്ധനഗ്നയായി ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, ഏത് സാഹചര്യത്തിലാണ് ഈ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്? ഈ വീട്ടിൽ ഈ പെൺകുട്ടി മാത്രമായിരുന്നോ താമസം? ശ്രീജ, ചോറ്റാനിക്കരയിൽ ഇവിടെ ഈ പെൺകുട്ടി അമ്മയോടൊപ്പമായിരുന്നു. പിതാവ് നേരത്തെ മരിച്ചിരുന്നു. ഇതിൽ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഞായറാഴ്ച ഇവിടേക്ക് ആളുകൾ എത്തുമ്പോഴാണ്
അടുത്ത വീട്ടിലെ ബന്ധു എത്തുമ്പോഴാണ് ഇത് അകത്ത് വിളിച്ചിട്ട് പുറത്തേക്ക് വരാത്തതുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പോഴായിരുന്നു ഈ കുട്ടി കഴുത്തിൽ ഷാള് ചുറ്റിയ നിലയിൽ അർദ്ധനഗ്നമായ രീതിയിൽ കയ്യിൽ മുറിവേറ്റ നിലയിൽ കാണുന്നത്. തുടർന്ന് ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ പിന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിൽ തന്നെ മുറിവേറ്റിട്ടുണ്ട്. ഇതിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. മറ്റ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിക്ക് ശാരീരിക പീഡകൾ, ലൈംഗികപരമായ ഉപദ്രവം ഏറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ആശുപത്രി അധികൃതരാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ വ്യക്തമായ രീതിയിൽ തുടർ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഈ സമീപത്തെ വീട്ടുകാർ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ ഇവർക്കെതിരെ ഈ ആൺ സുഹൃത്തിനെതിരെയുള്ള ഒരു പരാതിയടക്കം നിലനിന്നിരുന്നതായാണ് പറയുന്നത്. എന്താണ് അതിലെ ഒരു പരാതിയുടെ ഉള്ളടക്കം? പരാതിയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ പിടിച്ച് എന്ന് പറയുന്ന പയ്യൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന പയ്യനാണ്. പലരും അവനിവിടെ കൊണ്ടുവന്നാക്കാൻ വരാണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഒരു മാസം കഴിഞ്ഞ 3-ാം തീയതി ഈ ഇവിടെ ഒരു പയ്യൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പയ്യൻ വണ്ടി വട്ടം വയ്ക്കുകയും വണ്ടി മാറ്റി എനിക്ക് പോകണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇവനായിട്ട് കയർക്കുകയും കോർക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റ് ഒരു 3-4 പേര് കൂടി ചെന്നു. അത് അങ്ങനെ ഇവരെല്ലാവരെയും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അന്ന് 20 കുടുംബങ്ങൾ അടങ്ങുന്ന എല്ലാവരും കൂടി ചേർന്നൊരു മാസ് പെറ്റീഷൻ കഴിഞ്ഞ 3-ാം തീയതി ചൊട്ടാനിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൗൺസിലറായ എന്നെ വിളിച്ചു പറയും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, ഈ അയൽവക്കമല്ല. അതുകൊണ്ട് അങ്ങനെയാണ് സംഭവം. അതെ, എല്ലാവരും കൂടി പരാതി നൽകിയതാണ്. സുജ, എന്തായാലും ഈ വിഷയത്തിൽ പരാതി ഇവർ സമീപവാസികൾ ചേർന്നൊരു മാസ് പെറ്റീഷൻ എന്ന രീതിയിലുള്ളൊരു പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെ അതിൽ പറയുകയും, കാരണം ഈ സുഹൃത്ത് പെൺകുട്ടിയുടെ സുഹൃത്ത് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഇവിടെ ഇടുക, ഒപ്പം തന്നെ സമീപവാസികളോട് കയർക്കുക തുടങ്ങിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരാതി നൽകിയത്. എന്തായാലും അതൊരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഏറ്റ പരിക്കുകൾ അതെല്ലാം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമാകുന്നത്. നിലവിൽ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടർന്നു. കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയ നിലയിലായിരുന്നു. കയ്യിൽ മുറിവേറ്റ പാടുണ്ട്. മുൻപ് ഒരു പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് സമഗ്രമായ രീതിയിലേക്കൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആൺസുഹൃത്തിനെ ചോറ്റാനിക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് നിർണായകമായ വിവരങ്ങൾ ഇനി പുറത്തു വരണം. ഈ ആൺ സുഹൃത്ത് കസ്റ്റഡിയിലുണ്ട്. അയാളിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കേണ്ടത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രയേറെ ഗുരുതരമായ പരിക്കുകൾ ഏറ്റത് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. വിശദമായി നമുക്ക് ഈ വാർത്ത ഉൾപ്പെടെ പരിശോധിക്കാം. ന്യൂസ് ട്രെൻഡ്സ് ഈ ദിവസത്തെ, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. TG സജിത് ചേരും. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ കാണാം.